ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. രാജ്ഭവനിലെ ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അവിടെ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിലാണ് ഈ ചടങ്ങ്. നേരത്തെ നമുക്കറിയാം കൃഷിമന്ത്രി പി പ്രസാദ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ ചടങ്ങ് ബഹിഷ്കരിച്ച പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇന്നെന്ത് പരിപാടിയാണ്, വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കേണ്ട എന്ത് പരിപാടിയാണ് അവിടെ രാജ്ഭവനിൽ ഉണ്ടായിരുന്നത്? ഇത് നേരത്തെ തന്നെ ആ ചടങ്ങിന് പോകേണ്ട എന്ന് മന്ത്രി തീരുമാനിച്ചിരുന്നോ? രഞ്ജിത്ത്, രാവിലെ 11 മണിക്കായിരുന്നു രാജ്ഭവനിൽ വെച്ച് വിതരണ ചടങ്ങ് നടക്കും എന്ന് നേരത്തെ അറിയിപ്പ് വന്നിരുന്നത്. ഈ ചടങ്ങ് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. 11 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് മാറ്റണമെന്ന് സർക്കാർ പലതവണ ആവശ്യപ്പെട്ടു. തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തില്ല എന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബയുടെ വിവാദ ചിത്രം ഉൾക്കൊള്ളുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത്. അങ്ങനെയാണ് കൃഷിമന്ത്രി പി പ്രസാദിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രാജ്ഭവനിലെ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം മന്ത്രി പി പ്രസാദ് കൃഷി വകുപ്പിന്റെ ഒരു പരിപാടി അത് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്നു. അതിനുശേഷം അതിൽ പങ്കെടുക്കാതിരുന്നത് വലിയ വിവാദമാവുകയും ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഡാൻ നമുക്ക് മനസ്സിലായ കാര്യം അല്പം ഒന്ന് ഗവർണർ അയഞ്ഞിരുന്നു. സർക്കാർ പരിപാടികളിൽ അത്തരത്തിൽ ഇനിയിപ്പോൾ ഈ ചിത്രങ്ങൾ ഉപയോഗിക്കേണ്ട തീരുമാനമൊക്കെ എടുത്തിരുന്നു എന്ന് ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാവുന്നതായിരുന്നില്ല. ഗവർണറും ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ച പശ്ചാത്തലമാണോ? അല്ലെങ്കിൽ വേറൊരു സംഘടനയോട് ചിഹ്നം തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചിത്രമാണ് അങ്ങോട്ട് വച്ചിരിക്കുന്നത്. ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊരു ഔദ്യോഗിക പ്രോഗ്രാമാണ്. ഞാനിതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ ഈ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തിയായ പ്രശ്നമുണ്ട്. മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ചിത്രം വെച്ചെങ്കിലും അത് നമുക്കൊരു അന്തസ്സുണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു. ഇത് വളരെ രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. എനിക്ക് ഇതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യ എന്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. മറ്റൊരു രാഷ്ട്രസങ്കല്പം അതിന് മുകളിലല്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഗവർണറുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഈ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത് പറഞ്ഞു. രാജ്ഭവന്റെ സ്റ്റാഫോ മറ്റോ എന്തുകൊണ്ട് ഈ ചിത്രം നേരത്തെ ഈ പരിപാടിക്ക് അറിയിച്ചില്ല? കുട്ടികളുടെ പരിപാടിയാണ്, സർക്കാർ പരിപാടിയാണ് അല്ലെ? അവിടെ ഇങ്ങനെ അറിയിക്കണ്ടേ ഷെഡ്യൂളൊക്കെ വരുമ്പോ? ഒന്നും അറിയിച്ചില്ല. ഇല്ല, അതാണ്ടത് പരിപാടികളിൽ ഈ ചിത്രം ഉണ്ടാവില്ല എന്ന് രാജ്ഭവൻ നേരത്തെ ഒരു സ്റ്റാഫൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ. പോവുകയായിരുന്നു. അതിലുണ്ടല്ലോ, അവര് ഒന്നും പറയുന്നില്ലല്ലോ. രണ്ടാമതുണ്ടോ? അതിലുമില്ലല്ലോ. ഇല്ല. മന്ത്രി വി ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. താൻ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. നേരത്തെ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഡാൻ, അല്ലേ? അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സർക്കാർ പരിപാടിയിൽ ഈ ചിത്രം ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ മന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ വാക്കൌട്ട് നടത്തിയത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു, സംഭവിച്ച പിഴവ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിൽ ഭരണഘടന അനുശാസിക്കാത്ത ചിത്രങ്ങൾ
ഉപയോഗിക്കില്ല എന്നാണ് ഇനി കരുതുന്നത് എന്ന്. RSSന് അവർ ബഹുമാനിക്കുന്ന ഏത് ചിത്രങ്ങളും ഉപയോഗിക്കാം, പക്ഷെ മറ്റുള്ളവർ അതിനെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് ഇന്നലെ പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രത്യേക പരിപാടി രാജ്ഭവനിൽ വെച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് സംഘടിപ്പിച്ചത്. അവിടേക്ക് എത്തിയ വിദ്യാഭ്യാസ മന്ത്രി ഈ വിവാദമായ ഭാരതാംബയുടെ ചിത്രം അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചടങ്ങ് വോക്കൌട്ട് ചെയ്തുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന മാധ്യമങ്ങളോട് ഇങ്ങനെയൊരു പ്രതികരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നേരത്തെ ഈ വിഷയത്തെ അത്ര പർവ്വതീകരിക്കേണ്ട നിലപാട് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഉണ്ടായിരുന്നു. ഗവർണറുടെ ഓഫീസുമായൊക്കെ ഒരു അനുരഞ്ജനത്തിൽ പോവുക എന്ന നിലപാടായിരുന്നു. അതിനോട് ഏതാണ്ട് ഗവർണറും താതാത്മ്യം പ്രാപിച്ചു വരുന്നൊരു സാഹചര്യത്തിലാണ് വീണ്ടും വിഷയം ഈ തരത്തിലേക്ക് വഷളാകുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. CPI ശക്തമായി തന്നെ ഗവർണറെ ശക്തമായ ഭാഷയിൽ എതിർത്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മയപ്പെട്ട പ്രതികരണമായിരുന്നു ഈ വിഷയത്തിൽ ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടിയായ മന്ത്രി ശിവൻകുട്ടി ഇത്തരമൊരു പരാമർശം നടത്തുമ്പോൾ, ബഹിഷ്കരിച്ചു പോകുമ്പോൾ അതിന് ഗൗരവ സ്വഭാവം സ്വാഭാവികമായും വർദ്ധിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡാൻ രാജ്ഭവനിലെത്തിയ ശേഷമാണോ ഈ ബഹിഷ്കരണം ഉണ്ടായത്? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് ഈ ചടങ്ങിലേക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ചിത്രങ്ങൾ പകർത്തുന്നതിനോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയോ പ്രവേശനം മാധ്യമങ്ങൾക്ക് അനുവദിച്ചിരുന്നില്ല. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു സമീപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം രാവിലെ തന്നെ ഇങ്ങനെയൊരു സൂചനകൾ പുറത്തു വന്നിരുന്നു. കാരണം ഭാരതാംബയുടെ ചിത്രം അങ്ങനെ തന്നെ രാജ്ഭവനിലെ ഇത്തരം ചടങ്ങുകൾ നടക്കുന്ന, ഔദ്യോഗികമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അതായത് ഇനി ഒരു ഒത്തുതീർപ്പിന് ഇല്ല. ഗവർണറുടെ വഴിക്ക്, സർക്കാരുടെ വഴിക്ക് എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അത് ചെയ്യുന്ന തരത്തിലാണ് മന്ത്രി V ശിവൻകുട്ടി കൂടി പങ്കെടുക്കുന്ന ഈ ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബയുടെ ഈ വിവാദ ചിത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് കൃത്യമായി നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് മന്ത്രി രാജ്ഭവനിൽ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി. തുടർന്ന് അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഭാരതാംബയുടെ രാജ്ഭവനിലുള്ള ഭാരതാംബയുടെ രൂപത്തിൽ അവിടെ പുഷ്പാർച്ചന നടക്കുന്ന പരിപാടിയായിരുന്നു. അത് അദ്ദേഹം കണ്ടു. തുടർന്ന് സ്വാഗത പ്രസംഗം, അല്പനേരം അദ്ദേഹം ഒരു സ്വാഗത പ്രസംഗം നടത്തിയെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയും തനിക്ക് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ട് എന്ന് അറിയിക്കുകയും സർക്കാർ പരിപാടിയിൽ ഇത് വെച്ചതിൽ തന്റെ പ്രതിഷേധം അറിയിക്കുകയും പിന്നെ RSS ഗവർണർമാർക്കുണ്ടാവുമോ? മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞില്ലല്ലോ അതിന്റെ കാര്യം. അല്ലാതെ ഇതൊരു അഹങ്കാരവും ധിക്കാരവും അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്ന. ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഈ ഗവർണറെ ഏതെങ്കിലും പരിപാടിക്ക് എല്ലാം വിളിക്കുന്ന സ്ഥലത്തെല്ലാം പിന്നെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാക്കണമല്ലോ. അവരെ നോട്ടീസിൽ പറയുമായിരിക്കും നിങ്ങൾ ഭാരതാംബയുടെ ചിത്രങ്ങൾ ഉണ്ടാക്കണം. അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഇതുവരെ കേട്ടുകളില്ലാത്ത സാധാരണഗതിയിൽ കഴിഞ്ഞ ഗവർണർ വരെ നമ്മളെ ഏത് പരിപാടിക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഒരു വളരെ വില കുറഞ്ഞ നിലപാടാണ്. സ്ഥാനത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വില കുറഞ്ഞ നിലപാടാണ്. നമ്മളൊരു പക്ഷേ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ ഒക്കെ ആയിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ഉദാഹരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാനൊക്കെ എന്തെല്ലാം പിന്നെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ നടത്തുന്ന പോലെ അതൊക്കെ മന്ത്രിയായ ശേഷമോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് വന്ന ശേഷം ആരെങ്കിലും ചെയ്യുമോ? ഒരു പാർട്ടിക്കാരും അങ്ങനെ ചെയ്യില്ലല്ലോ. ഏതെങ്കിലും ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർമാർ എനിക്കറിയില്ല ഇങ്ങനെ പിന്നെ RSSന്റെ ചിഹ്നം വെച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഔദ്യോഗിക പരിപാടിയാണെന്ന് തർക്കമില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും തർക്കമില്ലല്ലോ.